ഹലോ ഗായ്സ്, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോണത് ഒരു കൊഴലപ്പമാണ്. നമുക്കതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കിയാലോ. അതിനായിട്ട് ഞാനൊരു 3 കപ്പ് അരിപ്പൊടി എടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഞാൻ ഇതേ സെയിം കപ്പിൽ ഒരു 4.5 കപ്പ് വെള്ളം എടുത്തിട്ട് തിളപ്പിക്കാൻ വെക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ട് ഇളക്കി കൊടുക്കാവേ. നമ്മൾ പൊടി കുഴയ്ക്കാൻ ആവശ്യമായ മിക്സാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അതിനായിട്ട് നമ്മൾ കുറച്ച് തേങ്ങ എടുത്തിട്ട് മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു മുറി തേങ്ങയാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ. ഒരു തേങ്ങ ഫുള്ളായിട്ടൊന്നും വേണ്ട. ഇനി അതിലേക്ക് കുറച്ച് ചുവന്നുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി കുറച്ച് വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഒരു സ്പൂൺ ജീരകം കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇത് നമുക്കൊന്ന് അരച്ചെടുക്കാം. ഞാനിത് ഒരുപാട് പേസ്റ്റ് പോലെയൊന്നും അരച്ചിട്ടില്ല, കുറച്ച് ചെറുതായിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്തിട്ടുള്ളൂ കേട്ടോ. ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കാവേ. ഇനി ഇതൊന്ന് ജസ്റ്റ് തിളയ്ക്കുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഒരുപാട് വെട്ടി തിളയ്ക്കുകയൊന്നും വേണ്ട, ജസ്റ്റ് ഒരു പത പോലെ വന്നിട്ട് നമുക്കിത് വാങ്ങിയെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ വെള്ളമൊക്കെ തിളച്ച് വന്നിട്ടുണ്ട്. നമ്മൾ പൊടിയിലേക്ക് കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി നമുക്ക് ഈ പൊടി ഒന്ന് കുഴച്ചെടുക്കാം കേട്ടോ. നല്ല ചൂടായതുകൊണ്ട് നമുക്കിത് കൈ കൊണ്ട് കുഴയ്ക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ സ്പൂൺ വെച്ചിട്ട് കുഴയ്ക്കണത്. നമുക്കിത് ചൂടാറി കഴിയുമ്പോൾ വേണമെങ്കിൽ കൈ കൊണ്ട് നന്നായിട്ട് കുഴയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. കുഴച്ചെടുത്ത് കഴിയുമ്പോഴത്തേനും വെള്ളം കൂടിപ്പോകാതെ സൂക്ഷിക്കണം കേട്ടോ. അപ്പോഴത്തേനും കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മുടെ ആവശ്യം പോലെ നമുക്കിത് കുഴച്ചെടുക്കണം കേട്ടോ. വെള്ളം ഒഴിക്കുമ്പോൾ നിങ്ങൾ കുറേശ്ശെ വേണം ഒഴിക്കാൻ. അപ്പോൾ ഒരുപാട് വെള്ളം കൂടി പോയിട്ടുണ്ടെങ്കിൽ നമുക്കത് പരത്തിയെടുക്കാൻ വേണ്ടി പാടായിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ വെള്ളം കുറേശ്ശെ ഒഴിച്ച് കൊടുക്കേണ്ടത് കേട്ടോ. പിന്നെ നമ്മൾ വെള്ളം അളന്നാണ് എടുത്തിട്ടുള്ളത്, അതുകൊണ്ട് വെള്ളം കൂടി പോകത്തൊന്നുമില്ല. ഏകദേശം നമ്മൾ സ്പൂൺ വെച്ച് ഇതിനെ കുഴച്ചെടുത്ത് കഴിഞ്ഞു. ഇനി നമുക്കിതിലേക്ക് 2 മുട്ട ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാവേ. ഞാനിത് മിക്സ് ചെയ്യണത് ഫുള്ളായിട്ട് കാണിക്കണില്ല, അതുകൊണ്ട് നിങ്ങൾ നന്നായിട്ട് കുഴച്ചെടുക്കുക. അടുത്തതായിട്ട് ഞാനിതിലേക്ക് കുറച്ച് എള്ള് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് നന്നായിട്ട് കുഴച്ചെടുക്കാം. കാരണം ഇപ്പോൾ ചൂടൊന്നുമില്ല, കൈ കൊണ്ട് നമുക്ക് നല്ല അടിപൊളിയായിട്ട് കുഴച്ചെടുക്കാം. കാരണം നമ്മുടെ എള്ള് നമ്മുടെ മാവിൽ ഫുള്ള് മിക്സ് ആവണം കേട്ടോ. നന്നായിട്ട് കുഴച്ചെടുക്കാം. ഇതെല്ലാം കുഴച്ചെടുത്ത് സെറ്റായിട്ട് നമ്മളിവിടെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചെറിയ ബോളായിട്ട് ഒരു പാത്രത്തിലേക്ക് നമ്മളിതിനെ ഉരുട്ടിയെടുത്ത് മാറ്റി വെക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ ബോളുകളൊക്കെ ഒന്ന് പരത്തിയെടുക്കണം. അപ്പോൾ ഗൈസ്, ഞാനിത് പരത്തിയെടുക്കാൻ വേണ്ടി ചപ്പാത്തി പ്രസ് ഒന്നും യൂസ് ചെയ്തിട്ടില്ല. 2 പാത്രത്തിൽ പ്ലാസ്റ്റിക് വെച്ച് കോട്ട് ചെയ്തിട്ടുണ്ട്. അത് വെച്ചിട്ടാണ് ഞാൻ പരത്താൻ പോണത്. നിങ്ങൾക്കത് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണെന്ന് കേട്ടോ. പിന്നെ നമുക്ക് ഇതൊന്ന് പരത്തിയെടുക്കാം. ഇതാണ് ഞാൻ പറഞ്ഞ പ്ലാസ്റ്റിക് കോട്ട് ചെയ്ത പ്ലേറ്റ്. ഇനി നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് എണ്ണ തൂത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് പരത്തിയെടുക്കാം. നമ്മളതിനായിട്ട് നമ്മൾ ഉരുട്ടി വെച്ചേക്കുന്ന ബോൾ എടുത്തിട്ട് ഇവിടെ വെക്കുക. അതിനുശേഷം ഈ പാത്രം വെച്ചിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഒത്തിരി കട്ടി കുറഞ്ഞ് പോകണ്ട. അപ്പോൾ അത് ഷേപ്പിനായിട്ട് നമ്മൾ ഇങ്ങനെ ചുരുട്ടിയെടുക്കുമ്പോഴത്തേനും കട്ടി കുറവാണെങ്കിൽ അത് പൊട്ടിപ്പോകാൻ വേണ്ടി സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ കുറച്ച് കട്ടി കൂട്ടിയിട്ട് പരത്തുക. ഒത്തിരി പ്രസ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേനും അതിൻ്റെ കനം കുറഞ്ഞ് പോകും. അപ്പോൾ ഇതേപോലെ നമുക്ക് ഓരോന്നും ഇങ്ങനെ ചെയ്ത് വെക്കാവേ. ഇപ്പം നമ്മൾ ഒരു തവണ ഇടാൻ വേണ്ടി കുറച്ച് മാത്രമേ ഇതുപോലെ സെറ്റ് ചെയ്തെടുക്കുന്നുള്ളൂ. ബാക്കി നമ്മൾ പിന്നീട് ഫ്രൈ ചെയ്യാൻ വേണ്ടി സെറ്റ് ചെയ്യുന്നതാണ് കേട്ടോ. ഇപ്പം നമ്മൾ കുറച്ചെടുത്തിട്ട് ഇങ്ങനെ ഷേപ്പാക്കി എടുക്കുന്നുണ്ട്.
ഇനി നമുക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതാ ഞാൻ ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. കുറച്ച് നേരത്തെ ഞാൻ എണ്ണ ഒഴിച്ച് വെച്ചിരുന്നു, നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇതാ ഇനി നമുക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാവേ. പിന്നെ നമ്മൾ എണ്ണയ്ക്കകത്തേക്ക് ഇത് ഇട്ട് കൊടുക്കുമ്പോഴത്തേനും പൊട്ടിപ്പോവാതെ പതിയെ വേണം ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്കെല്ലാം ഇട്ട് കൊടുക്കാവേ. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മളിത് എണ്ണയ്ക്കകത്തോട്ട് ഇട്ട ഉടനെ തന്നെ സ്പൂണ് വെച്ചൊന്നും ഇളക്കി കൊടുക്കരുത്. കുറച്ച് കഴിഞ്ഞിട്ട് അത് ഒരുമാതിരി മൂപ്പായി കഴിയുമ്പോഴേ ഇളക്കി കൊടുക്കാവുള്ളൂ കേട്ടോ. ഇപ്പോൾ ഇതാ ഒരുമാതിരി ഇതൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഉടഞ്ഞു പോവാത്ത രീതിയിൽ നമുക്ക് മെല്ലെ ഇതൊന്ന് തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് കൊടുക്കാം ഇടയ്ക്കിടയ്ക്ക്. നന്നായിട്ട് നമ്മൾ തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ കൊഴലപ്പത്തിൻ്റെ കളറൊക്കെ മാറി വരുന്നുണ്ട്, നല്ല അടിപൊളി സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഗൈസ്, ഞാനിവിടെ ഉണ്ടാക്കിയിട്ടുള്ളത് മധുരം ഇല്ലാത്ത കൊഴലപ്പമാണ്. നിങ്ങൾക്ക് മധുരം വേണമെങ്കിൽ പഞ്ചസാര പാനി ഉണ്ടാക്കിയിട്ട് ഇതൊന്ന് തണുത്ത് കഴിയുമ്പോഴത്തേനും അതിലിട്ട് മിക്സ് ചെയ്ത് നമുക്ക് മധുരമുള്ള കൊഴലപ്പമായിട്ട് മാറ്റാം കേട്ടോ. അപ്പോൾ ഏകദേശം നമ്മുടെ കൊഴലപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനിതൊരു പ്ലേറ്റിലേക്ക് മാറ്റുകയാണ് കേട്ടോ. നല്ല അടിപൊളി, നല്ല മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം കേട്ടോ. പിന്നെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. ഓക്കെ, ബൈ, ടാറ്റാ.